ആവശ്യമില്ല അല്ലേ? തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാൻഡിൽ ഹോൾഡർ വിത്ത് ട്രേ ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ കാൻഡിൽ ഹോൾഡർ കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആണ്. ആ കാൻഡിൽ ഹോൾഡറും അതിന് താഴെയുള്ള ട്രേയും എല്ലാം നമ്മൾ സ്വന്തമായി കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സ്കൾപ്റ്റിംഗ് അറിയണം എന്നൊന്നുമില്ല ഇത് ചെയ്യാൻ. അല്ലാതെ തന്നെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ കാൻഡിൽ ഹോൾഡർ. ഈ കാൻഡിൽ ഹോൾഡർ നമുക്ക് പല ലൊക്കേഷൻസിൽ വെക്കാം. നമ്മുടെ കോഫി ടേബിളിന്റെ സെന്റർ പീസായിട്ട് വെക്കാം, അതുപോലെ കിച്ചണിൽ വെക്കാം, ഷൂ ക്യാബിനറ്റിന്റെ മുകളിൽ വെക്കാം, സോഫയുടെ ബെഡിന്റെ സൈഡ് ടേബിൾസിൽ വെക്കാം. അങ്ങനെ വീടിന്റെ പല ഭാഗങ്ങളിലും വെച്ച് നിങ്ങൾക്ക് ഇതൊരു ഹോം ഡെക്കറായി യൂസ് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ട്യൂട്ടോറിയൽസ് കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലേ? ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ക്ലേ മാത്രം വാങ്ങേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒരു ടൂൾസും ആവശ്യമില്ല. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലേ വാങ്ങുക. ഈ കാൻഡിൽ ഹോൾഡർ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ കാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എനിക്ക് ഉറപ്പായിട്ടും ഫോട്ടോസ് അയച്ചു തരണം. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എന്ത് സോർട്ട് ഓഫ് എൻഗേജ്മെന്റ് ആയാലും അത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളെ കൂടി സപ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ കാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. മുൻപ് വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് വന്നൊരു സജഷനായിരുന്നു എത്ര ക്ലേ എടുക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വെയിറ്റ് കാണിക്കണം എന്ന്. ഈ ഒരു ഹോൾ വർക്കിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 370 gram ഓഫ് എയർ ഡ്രൈ ക്ലേ ആണ്. ഇത് എക്സാക്ട് വെയിറ്റ് മെഷർമെൻ്റ് എടുത്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് ഒട്ടും ഐഡിയ ഇല്ലാത്ത ബിഗിനേഴ്സായ ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വെയിറ്റ് മെൻഷൻ ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഇത്ര ക്ലേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്ത സൈസിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ട്രേ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എമൗണ്ട് ഓഫ് ക്ലേ എടുത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ കവർ ചെയ്ത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഇത് റോൾ ചെയ്തെടുക്കാം. ഒരുപാട് തിന്നായിട്ട് റോൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും എന്ത് ക്ലേൻ്റെ സാധനം ഉണ്ടാക്കുകയാണെങ്കിലും അത് കുറച്ച് തിക്കായിരുന്നാൽ മാത്രമേ ഡ്രൈ ആവുന്ന സമയത്ത് ക്രാക്ക് വീഴാതിരിക്കുള്ളൂ. ലെവലായി നമുക്ക് ആവശ്യമുള്ളതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് ആ ഒരു ഷേപ്പിലാണ് ഞാൻ അത് റോൾ ചെയ്ത് എടുത്തിട്ടുള്ളത്. റോൾ ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ സൈഡ്സ് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. മുകളിലത്തെ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റിയതിന് ശേഷം നമുക്ക് കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യാത്തൊരു നൈഫ് എപ്പോഴും ക്ലേ വർക്ക്സിന് വേണ്ടി മാറ്റി വയ്ക്കുക. ആ നൈഫ് ഉപയോഗിച്ച് നമുക്ക് സൈഡ്സ് ഈ കാണിച്ചിരിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. സൈഡ്സ് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് പതുക്കെ ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് വിടിയിച്ചെടുക്കാം. ഈവണായി ലെവലായിട്ടാണ് ഇത് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് എത്ര തിക്നെസ് വരുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയും തിക്നെസ് എങ്കിലും വേണം ട്രേക്ക്, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആവുന്ന സമയത്ത് ക്രാക്സ് വീഴാൻ ചാൻസസ് കൂടുതലാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് സൈഡ്സ് മാത്രം കുറച്ച് എലിവേറ്റഡ് ആയി നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഷീറ്റ് ഓഫ് ക്ലേ ഒരു ചെറിയ പ്ലേറ്റിന് മുകളിൽ വെക്കാം. സെൻറ്റർ പോർഷൻ ലെവലായും സൈഡ്സ് മാത്രം എലിവേറ്റഡായും നിൽക്കും. ഇനി ഞാൻ ചെയ്യുന്നത് സൈഡ്സിലത്തെ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാണ്. പതുക്കെ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ ഭാഗം ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഡ്രൈ ചെയ്യാൻ വെക്കണം. ചില ക്ലേ 24 hours ഡ്രൈ ആവും, ചിലത് 48 hours കംപ്ലീറ്റ്ലി ഡ്രൈ ആവുള്ളൂ. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ക്ലേ. നിങ്ങൾ എടുത്ത് നോക്കുക, 24 hours ശേഷം ഡ്രൈ ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ 48 hours വെച്ചതിന് ശേഷം മാത്രം എടുക്കാം. ഈ കാൻഡിൽ ഹോൾഡറിന് വേണ്ടി ഞാൻ മോൾഡായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ ടീ ലൈറ്റ് കാൻഡിൽ ഹോൾഡറാണ്. എല്ലാവരെയും വീട്ടിലത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഈ എടുത്തിരിക്കുന്ന പോലെ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ക്ലേ എടുക്കുക. നേരത്തെ പോലെ തന്നെ ഇത് റോൾ ചെയ്തെടുക്കുക.
ഇത് റോൾ ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിൽ റോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക്കലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഐഡിയ എന്ന് വെച്ചാൽ ഈ ക്യാൻഡിൽ ഹോൾഡറിൻ്റെ മോൾഡായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണോ അത് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ ചുറ്റും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്റ്റൻസ് കിട്ടണം. എന്നാൽ നമ്മൾ പെറ്റൽസ് ഫോൾഡ് ചെയ്യുമ്പോൾ അനാവശ്യമായ ഭാഗങ്ങൾ വന്നാൽ നമുക്കത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പെർഫെക്റ്റ് റൗണ്ടായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 4 സൈഡിലേക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ആ കുറവുള്ള സൈഡുകൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് പോകും. നമുക്ക് ക്ലേ വേസ്റ്റേജും വരില്ല, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മോൾഡ് സെൻറ്ററിൽ വെച്ച് ചെറിയൊരു ഇംപ്രഷൻ പതുക്കെ സ്ലൈറ്റ്ലി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ഗ്ലാസ് അത് ഇൻവേർട്ടഡായി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ ഷീറ്റ് വയ്ക്കാം. അതിനുശേഷം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ പെറ്റൽസ് ഫോൾഡ് ചെയ്തെടുക്കാം. അതായത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ബാക്കി ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന പോലെ അങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു റോസ് ഷേപ്പിൽ കിട്ടും. ഒരുപാട് തിന്നായിട്ട് റോൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡ്രൈ ആവുന്ന സമയത്ത് ക്രാക്ക് ചെയ്ത് പോകും. എല്ലാം ഫോൾഡ് ചെയ്തതിന് ശേഷം സ്ലൈറ്റ്ലി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സ്ലൈറ്റ്ലി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പെറ്റൽസ് ഷേപ്പ് ചെയ്യാം. ടോപ്പ് പോർഷൻ കൈ കൊണ്ട് വിടർത്തി പുറത്തേക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഡ്രൈ ആവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ചെറുതായിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ക്ലേ 5 hours കഴിയുമ്പോൾ ഒന്ന് സെറ്റായി വരും. അതായത് നമ്മൾ ആ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഷേപ്പിന് വലിയ ചേഞ്ചസ് വരില്ല. ആ രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലേ. നിങ്ങളുടെ കയ്യിലുള്ള ക്ലേ എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ 5 hours എന്നുള്ള ടൈമിൽ ചെറിയ വേരിയേഷൻ വരാം. പക്ഷേ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ആ മോൾഡ് റിമൂവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇത് ഫുൾ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മോൾഡ് റിമൂവ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. നമ്മളത് റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാൻഡിൽ ഹോൾഡർ പൊട്ടിപ്പോവാം. സോ 5 hours കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്ത് ഇത് ഓവർനൈറ്റ് അല്ലെങ്കിൽ 48 hours ഡ്രൈ ചെയ്ത് കംപ്ലീറ്റ്ലി ഡ്രൈ ചെയ്തെടുക്കാം. ഞാനിത് 48 hours നന്നായി ഡ്രൈ ആയതിന് ശേഷം കൊണ്ടുവന്നിരിക്കുകയാണ്. 24 hours കൊണ്ട് തന്നെ ഡ്രൈ ആയി. പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി നന്നായി ഡ്രൈ ആയിക്കോട്ടെ എന്ന്. നിങ്ങൾക്ക് കാണാം നല്ല പെർഫെക്ഷനോടുകൂടി കിട്ടിയിട്ടുണ്ട്. ക്രാക്സ് ഒന്നും വീണിട്ടില്ല. എഡ്ജസ് ഒക്കെ സ്മൂത്തായി നല്ല പെർഫെക്ഷനോടുകൂടി കിട്ടാൻ വേണ്ടി നമുക്ക് സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഫയൽ ചെയ്യണം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ എഡ്ജസും നമുക്ക് ഫയൽ ചെയ്തെടുക്കണം. ക്യാൻഡിൽ ഹോൾഡർ എഡ്ജസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എഡ്ജസ് അത്ര തിക്കായിരിക്കില്ല. അപ്പോൾ ക്രാക്ക് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പതുക്കെ വേണം ഫയൽ ചെയ്ത് കൊടുക്കാൻ. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നോ അല്ലെങ്കിൽ ഒന്നും കൂടി സ്മൂത്ത് ആവണമെന്ന് ഫീൽ ചെയ്യുന്നോ ആ ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് സാൻഡ് പേപ്പർ കൊണ്ട് ഫയൽ ചെയ്ത് സ്മൂത്തൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുക്കാം. ഫയലിംഗ് ചെയ്തതിന് ശേഷം ട്രേയും ക്യാൻഡിൽ ഹോൾഡറും നന്നായി തുടച്ച് പൊടിയെല്ലാം കളയണം. മേക്ക് ഷുവർ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ഡസ്റ്റ്. ബിക്കോസ് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഫയലിങ്ങിന് ശേഷം നല്ല സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ട്രേയുടെ പെയിൻറ്റിംഗ് ആണ്. ട്രേ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബേൺ ചെയ്യുന്ന ഫസ്റ്റ് കോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമ്മുടെ ക്യാൻഡിൽ ഹോൾഡർ നമുക്ക് ക്രിംസൺ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു കളർ ചൂസ് ചെയ്തു എന്ന് മാത്രം. പെറ്റൽസിന് ഫോൾസിനിടയിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ഏരിയയും വിട്ടു പോകരുത്. കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഉള്ളിലത്തെ പോർഷൻ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തെ പോർഷൻ പെയിൻറ്റ് ചെയ്യാം. ഉൾഭാഗവും പുറത്തെ പോർഷനും ഡ്രൈ ആയതിനു ശേഷം മാത്രം ഏറ്റവും താഴത്തെ ഭാഗം ഇൻവേർട്ടഡായി പിടിച്ച് പെയിൻറ്റ് ചെയ്യും.
ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരല്പം ബേൺസേനയും ഒരല്പം ബ്ലാക്കും എടുത്ത് മിക്സ് ചെയ്ത് ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് ബ്രൗൺ ക്രിയേറ്റ് ചെയ്യാം. റഫ് ബ്രിസിൽസ് ഉള്ള നമ്പർ 5 ബ്രഷാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ബേസ് കോട്ട് കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വുഡൻ ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഒട്ടും വാട്ടർ യൂസ് ചെയ്യാതെ ബ്രഷ് പോലും വെറ്റ് ചെയ്യാതെയാണ് ഇത് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ആ റഫ് ഇംപ്രഷൻസ് കിട്ടുള്ളൂ. ഈവൺ ആയിട്ട് കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്ത് കൊടുക്കരുത്. അൺഈവൺ ആയിട്ട് ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വുഡൻ ഫിനിഷ് ട്രേക്ക് കിട്ടും. ഇനി ബേൺ സിയന യൂസ് ചെയ്ത് നമുക്ക് പെറ്റൽസിൻ്റെ എഡ്ജസ് എല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ബ്രഷ് മാത്രം ഉപയോഗിക്കണം എന്നില്ല. ബ്രഷ് യൂസ് ചെയ്ത് പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ട്രേയും കംപ്ലീറ്റ് ആയി, കാൻഡിൽ ഹോൾഡറും കംപ്ലീറ്റ് ആയി. ഇനി ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് സെൻറ്റഡ് പോട്ട്പുറിയാണ്. സെൻറ്റഡ് ആയിട്ടുള്ള ഡ്രൈ ഫ്ലവേഴ്സ് ആൻഡ് സ്പൈസസ് ആണിത്. ഇത് ഹോം സെൻറ്റർ പോലെയുള്ള എല്ലാ ഹോം ഡെക്കർ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് എക്സ്പെൻസീവ്. 10 dirhamsന് നമുക്കൊരു വലിയ പാക്കറ്റ് കിട്ടും, വിച്ച് വിൽ ലാസ്റ്റ് ഫോർ എ ഗുഡ് പീരിയഡ് ഓഫ് ടൈം. ട്രേയുടെ സെൻറ്ററിൽ ഈ കാൻഡിൽ ഹോൾഡർ വെച്ച് അതിന് സൈഡിൽ ഈ ഡ്രൈ ഫ്ലവേഴ്സ് വെച്ച് നമുക്കത് അസംബിൾ ചെയ്തെടുക്കാം. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. പിന്നെ ഈ കാൻഡിൽ ഹോൾഡർ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഫോട്ടോസ് അയച്ചു തരണം. ഫോട്ടോസ് അയച്ചു തരാൻ ആരും ഹെസിറ്റേറ്റ് ചെയ്യരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഉറപ്പായിട്ടും എനിക്ക് ഫോട്ടോസ് അയച്ചു തരണം. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.